ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തപാൽ വകുപ്പ് പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം കൊണ്ടുവന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എന്താണ് ഡിജി പിൻ? മുമ്പ് നമുക്കുണ്ടായിരുന്ന പിൻകോഡ് എന്ന് പറയുന്ന 6 അക്ക നമ്പർ ഒരു പ്രദേശത്തെ മൊത്തത്തിലാണ് പ്രതിനിധീകരിച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ തന്നെ ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകൾക്ക് സെയിം പിൻകോഡായിരിക്കും. അപ്പോൾ പിൻകോഡും അഡ്രസ്സും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും പലപ്പോഴും ഓൺലൈൻ ഡെലിവറി ടൈമുകളിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഡെലിവറി വരുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഡെലിവറി ബോയ്സ് വരുമ്പോൾ അവർക്ക് വളരെയധികം കൺഫ്യൂഷനാണ്. നമ്മൾ വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഡെലിവറി പലപ്പോഴും വൈകാറുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസിൽ സംഗതി വ്യത്യസ്തമാണ്. പലപ്പോഴും ഒരേ പോസ്റ്റ്മാൻ തന്നെ നമ്മുടെ സ്ഥലങ്ങളിൽ വരുന്നത് കൊണ്ട് നമ്മുടെ അഡ്രസ്സ് അവർക്ക് കൃത്യമായി അറിയാമായിരിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ അഡ്രസ്സ് ചോദിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അഡ്രസ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് എളുപ്പത്തിൽ വളരെ കൃത്യമായ അഡ്രസ്സ് കൊടുക്കുന്നതിന് ബദലായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ അഡ്രസ്സാണ് ഡിജി പിൻ എന്ന് പറയുന്നത്. ഡിജി പിൻ എന്ന് പറയുന്നത് 10 അക്ക ഒരു കോഡാണ്. അക്ഷരങ്ങളും അക്കങ്ങളും കൂടി വരുന്ന ഒരു കോഡാണ്. ഈ കോഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതോടൊപ്പം QR കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഗൂഗിൾ മാപ്പിലേക്കുള്ള ലിങ്കും ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു എമർജൻസി അപകടഘട്ടത്തിൽ അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ ഒരു ഫയർഫോഴ്സിനോ അതല്ലെങ്കിൽ ആംബുലൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന് വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായി ലൊക്കേഷൻ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഡിജി പിൻ എന്ന് പറയുന്നത്. ഈ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്ത് നമ്മുടെ ലൊക്കേഷനിൽ എത്താൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അപരിചിതമായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോലീസിൻ്റെ സഹായം ആവശ്യമായി വരുമ്പോഴും വഴി അറിയാത്ത നമ്മൾ, സ്ഥലം അറിയാത്ത നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ആ സാഹചര്യങ്ങളിൽ, ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ ഡിജി പിൻ എന്ന് പറയുന്നത്. ഈ ഡിജി പിൻ എന്ന സംവിധാനത്തിൽ നമ്മുടെ സ്ഥലങ്ങൾ എല്ലാം 4 മീറ്റർ ചുറ്റളവിലേക്ക് ചതുരങ്ങളായി തിരിച്ച് ഓരോ 4 മീറ്ററിനും ഓരോ ഡിജി പിൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുവഴി നിങ്ങളുടെ പേരും ഈ ഡിജി പിന്നും മാത്രമുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വളരെ കൃത്യമായി ആളുകൾക്ക് എത്താൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നതാണ്. IIT ഹൈദരാബാദും ISROയും നമ്മുടെ പോസ്റ്റൽ വകുപ്പും എല്ലാവരും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡിജി പിന്നുകൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്ഥലത്തെ ഡിജി പിൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ താഴെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇനി സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഡിജി പിൻ ഈ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ QR കോഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നാവിഗേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ലിങ്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നോക്കാം. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത്തരത്തിലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഡിജി പിൻ ഫൈൻഡ് ചെയ്യാനുള്ള ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഇത്തരത്തിൽ വരും. ഈ ലൊക്കേഷൻ്റെ സൈഡിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഡിജി പിൻ കാണിക്കും. അതിന് അടിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. QR കോഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിലേക്കുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിജി പിൻ. വളരെ ഉപകാരപ്രദമായ, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.